ക്ഷേത്രത്തിലെ പൂജകൾ. പള്ളിയുണർത്ത്. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ 3 മണിക്കാണ്. ആ സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമകീർത്തനവും പൂന്താനം രചിച്ച ജ്ഞാനപ്പാനയും ശംഖുനാദവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു. നിർമ്മാല്യ ദർശനം. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോട് വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതി നേടുന്നു. ഈ ദർശനത്തിന് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നു. പുലർച്ചെ 3:30 മുതൽ 3:20 വരെയാണ് നിർമ്മാല്യ ദർശനം. എണ്ണയഭിഷേകം. തലേ ദിവസത്തെ മാലകൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു. ആടിയ ഈ എണ്ണ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഗുരുവായൂരപ്പന് ആടിയ എണ്ണ വാതരോഗ ശമനത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. വാകച്ചാർത്തും ശംഖാഭിഷേകവും. തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാകാപ്പൊടി തൂവുന്നു. ഇതാണ് പ്രശസ്തമായ വാകച്ചാർത്ത്. ഓരോ ആരാധനയ്ക്കും അർച്ചനയ്ക്കും അതിൻ്റേതായ പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. ഗുരുവായൂരിന് മാത്രം അവകാശപ്പെടുന്നതാണ് വാകച്ചാർത്ത്. വാഗമരത്തിൻ്റെ തൊലി കൊണ്ട് ബിംബം ശുദ്ധീകരിക്കുന്നതാണ് വാകച്ചാർത്ത്. വാതം മുതലായ രോഗങ്ങളെ ശമിക്കുന്ന ചില ഘടകങ്ങൾ വാകച്ചാർത്തിന് ഉപയോഗിക്കുന്ന എണ്ണയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു. വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തിക്കഴിയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ലീലാശുക്ർ എന്ന വിഭാവനം ചെയ്ത ഉണ്ണികൃഷ്ണനായി ഭക്തർക്ക് പ്രത്യക്ഷീഭവിക്കുന്നു. ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവായി രൂപം കൊള്ളുന്നു. വാകച്ചാർത്തിന് ശേഷം ശംഖാഭിഷേകം നടത്തുന്നു. മന്ത്രഭൂതമായ തീർത്ഥം ശംഖിൽ നിറച്ച് അഭിഷേകം നടത്തുന്നു. ഇതാണ് ശംഖാഭിഷേകം. പിന്നീട് സുവർണ കലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു. ഭഗവാന്റെ പള്ളി നീരാട്ടാണിത്. പിന്നെ മലർ നിവേദ്യമായി മലർ, ശർക്കര, കദളിപ്പഴം എന്നിവയാണ് അപ്പോഴത്തെ നൈവേദ്യങ്ങൾ. രാവിലെ 3:20 തൊട്ട് 3:30 വരെയാണ് ഇത്. മലർ നിവേദ്യവും അലങ്കാരവും. അഭിഷേകത്തിന് ശേഷം മലർ നിവേദ്യവും വിഗ്രഹാര അലങ്കാരവുമാണ്. ഇതിന് നട അടച്ചിരിക്കും. ഈ സമയത്ത് ദർശനമില്ലെങ്കിൽ നാലമ്പലത്തിന് നിൽക്കാൻ ഭക്തന് അനുവാദമുണ്ട്. ഉഷപൂജ. മലർ നിവേദ്യത്തെ തുടർന്ന് ഉഷപൂജയായി. അതിന് അടച്ചുപൂജയുണ്ട്. ധാരാളം ശർക്കര ചേർത്ത നെയ്പായസം, കദളിപ്പഴം, പഞ്ചസാര, വെള്ള നിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ നിവേദ്യങ്ങൾ. 4:15 മുതൽ 4:30 വരെയാണ് ഉഷപൂജ. ഇതിനുശേഷം 5:45 വരെ ദർശന സമയമാണ്. ഇതോടെ ആദ്യത്തെ പൂജ അവസാനിക്കും. എതിരേറ്റ് പൂജ. ഈ സമയമാകുമ്പോഴേക്കും എതിരേറ്റ് പൂജ എന്ന് പറയുന്നത് ഉദയസൂര്യൻ്റെ കിരണങ്ങളുടെ എതിരേറ്റു നടത്തുന്നു എന്നതിനാണ് എതിരേറ്റു പൂജ എന്ന പേരിനു പിന്നിലുള്ള അർത്ഥം. എതിരേറ്റു പൂജ ലോപിച്ച് എതിർത്തി പൂജ എന്നായി മാറി. ഇതിന് അടച്ചുപൂജയും നിവേദ്യവുമില്ല. ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടുന്നു. ഗണപതി ഹോമത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നുമെടുത്ത അഗ്നി കൊണ്ടായിരുന്നു അത്ര പണ്ട് തിടപ്പള്ളിയെ തീ പിടിപ്പിച്ചിരുന്നത്. ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്ക് കീഴ്ശാന്തിമാർ പൂജ ചെയ്യുന്നു. അകത്ത് കന്നിമൂലയിൽ ഗണപതി, തെക്കുഭാഗത്തെ പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ, വടക്കു ഭാഗത്ത് ഇടത്തരികത്തുകാവിൽ വനദുർഗാ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ. ഗണപതിക്കും അയ്യപ്പനും വെള്ള നിവേദ്യമാണ്. കദളിപ്പഴം, പഞ്ചസാര, ത്രിമധുരം എന്നിവ സാമാന്യമായി എല്ലാ ഉപദേവങ്ങൾക്കും നിവേദിക്കുന്നു. രാവിലെ 7 മണി വരെയാണ് ഇത്. അതിനുശേഷം 30 മിനിറ്റ് നേരം ദർശന സമയമായതിനാൽ പൂജകളില്ല. രാവിലത്തെ ശിവേലി. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശിവേലിയുടെ ആന്തരാർത്ഥം. അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീഭൂത ബലി ശിവേലി. ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ജലഗന്ധ പുഷ്പാദികളായും മേൽശാന്തിയും ഹവിസിൻ്റെ പാലികയിൽ നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിലാണ് ബലി തൂവുക. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു.
തിടമ്പ് പിടിക്കുന്ന കീഴ്ശാന്തിയെ ശാന്തിയേറ്റിയ നമ്പൂതിരി എന്നാണ് പറയുന്നത്. മുൻപിൽ 12 കൂത്തുവിളക്കും വാദ്യാഘോഷങ്ങളുടെയും ഭക്തരുടെ നാമജപങ്ങളുടെയും അകമ്പടിയുമായി ശ്രീഭൂതബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു. 3 പ്രദക്ഷിണത്തിന് ശേഷം ഉത്സവ വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു. ശിവേലി, പാലഭിഷേകം, നവകാഭിഷേകം, പന്തിരടി പൂജ എന്നിവ 7:15 മുതൽ 9 വരെയാണ്. നവകാഭിഷേകം ദിക്പാലകന്മാർക്കും സപ്തമാതാക്കൾക്കും നൽകുന്ന ബലിതൂവൽ ഭഗവാൻ തൻ്റെ ആശ്രിതരെ എപ്രകാരം സംരക്ഷിക്കുന്നു എന്നതിൻ്റെ സൂചകം കൂടിയാണ്. ധ്വജസ്തംഭത്തിന് വടക്കുഭാഗത്തായി ഗുരുവിനും വായുവിനും ബലിക്കല്ലുള്ളതിന് അവിടെയും ബലി തൂകുന്നുണ്ട്. ഈ ദേവതകൾക്ക് ബലി തൂകുന്ന ഒരേ ഒരു ക്ഷേത്രം കേരളത്തിൽ ഗുരുവായൂർ മാത്രമാണ്. ശ്രീവേലിക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്ന് എടുക്കുന്ന ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു. പനിനീരും ഇളനീരും പശുവിൻ പാലും കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നുണ്ട്. തുടർന്ന് 9 വെള്ളി കലശത്തെ തീർത്ഥജലം നിറച്ച് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്യുന്നതിനാണ് നവകാഭിഷേകം എന്ന് പറയുന്നത്. ഈ പൂജ നടത്തുന്നത് ഓദിക്കന്മാരാണ്. തുടർന്ന് ബാലഗോപാല രൂപത്തിൽ കളഭം ചാർത്തുന്നു. പന്തീരടി പൂജ നിഴലിന് 12 അടി നീളമുണ്ടാകുന്ന സമയമാണ് പന്തീരടി. ഉദ്ദേശം കാലത്ത് 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് ഇത്. ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന പൂജയായതിനാലാണ് ഇതിനെ പന്തീരടി പൂജ എന്ന് വിശേഷിക്കുന്നത്. മേൽശാന്തി ഈ സമയത്ത് വിശ്രമത്തിന് പോകുന്നത് കൊണ്ട് തന്ത്രിയോ ഓദിക്കനോ ആണ് ഈ പൂജ ചെയ്യുന്നത്. 8:10 മുതൽ 9:10 വരെ ദർശനം ഉണ്ടായിരിക്കും. ഉച്ചപൂജ ഇത് നടയടച്ചുള്ള പൂജയാണ്. ദേവനും ഉപദൈവങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്ന പൂജയാണ്. സാധാരണ മേൽശാന്തിയാണ് ഈ പൂജ നടത്തുന്നത്. ഉദയാസ്തമയം, പൂരം, മണ്ഡലകാലം, ഉത്സവം ഈ അവസരങ്ങളിൽ ഓദിക്കന്മാരും കലശം, പുത്തരി നിവേദ്യം എന്നീ ദിവസങ്ങളിൽ തന്ത്രിയും ഈ പൂജ നടത്തുന്നു. ഇടയ്ക്കയുടെ അകമ്പടിയോടെ ഈ സമയത്ത് അഷ്ടപതി ആലപിക്കുന്നു. ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് നിവേദ്യം. ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നു. ഉച്ചപൂജാ സമയത്ത് ദേവപ്രതിനിധി എന്ന സങ്കല്പത്തിൽ ഒരു ബ്രാഹ്മണനെ ഊട്ടാറുണ്ട്. 11:30 മുതൽ 12:30 വരെയാണ് ഉച്ചപൂജ. നിവേദ്യത്തിന് വെള്ളി ഉരുളിയിൽ വെള്ള നിവേദ്യം, 4 കളറികൾ കൂടാതെ പാൽപ്പായസം, പഴം, തൈര്, വെണ്ണ, പാൽ, ശർക്കര, നാളികേരം, കദളിപ്പഴം എന്നിവ വെള്ളി, സ്വർണ്ണ പാത്രങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ഇതിനു പുറമെ വഴിപാടായി പാൽപ്പായസം, ത്രിമധുരം, പാലടപ്രഥമൻ, ശർക്കര പായസം, ഇരട്ടി പായസം, വെള്ള നിവേദ്യം എന്നിവ വേറെയും. ഇതിനുശേഷം നടയടരമാണ്. അതിനുശേഷം 2 മണിക്ക് നട അടയ്ക്കുന്നതാണ്. വൈകിട്ടത്തെ ശിവേലി വൈകുന്നേരം 3:30 നട വീണ്ടും തുറക്കുന്നു. പിന്നീട് 4:45 വരെ ദർശനം. തുടർന്ന് ഉച്ചശിവേലിയായി ദേവൻ്റെ തിടമ്പ് ആനപുറത്ത് 3 പ്രദക്ഷിണം നടത്തുന്നു. ഇത് കാഴ്ചയ്ക്ക് ഹൃദ്യമായതിനെ കാഴ്ചശിവേലി എന്ന് വിശേഷിക്കുന്നു. പിന്നെ ദീപാരാധന വരെ ദർശനമുണ്ട്. നിത്യശിവേലിക്കുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞ് ഉടൻ തന്നെ ശിവേലി ഉണ്ടാവും. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ വൈകുന്നേരം കാഴ്ചശിവേലിയായി ഇത് നടത്താറുള്ളൂ. എന്നാൽ ഗുരുവായൂരിൽ മാത്രം നിത്യവും ഈ രീതിയിൽ നടത്തുന്നു. ഇതിന് പിന്നിൽ പറയപ്പെടുന്നത് ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാൻ അമ്പലപ്പുഴയിലായിരിക്കുമെന്നാണ്. തൽസൂചകമായി അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം എഴുന്നള്ളിക്കുമ്പോൾ ഈ ഒരു കൃഷ്ണപരന്ത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ വട്ടമിട്ട് പറക്കാറുണ്ട്. ദീപാരാധന സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്ത് നട അടച്ച് ദീപാരാധന നടത്തുന്നു. നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ദീപങ്ങൾ തെളിയിക്കുന്നു. ദീപസ്തംഭങ്ങൾ അടിമുടി ദീപാലങ്കൃതമാകുന്നു. ക്ഷേത്രം മുഴുവൻ സ്വർണ്ണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്നു. അതിമനോഹരമായ കാഴ്ചയാണിത്. ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളി വിളക്കുകൾ കത്തിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു. ദീപത്താലും കർപ്പൂരത്താലും ഭഗവത് വിഗ്രഹത്തെ ഒഴിഞ്ഞുകൊണ്ട് ദീപാരാധന നടത്തപ്പെടുന്നു. ഓരോ ദിവസത്തെയും സൂര്യാസ്തമയത്തിനനുസരിച്ചാണ് ദീപാരാധന നടത്തുന്നത്. അതിനാൽ കൃത്യസമയം പറയാൻ കഴിയില്ല. എന്നാൽ ഒരിക്കലും ഇത് വൈകിട്ട് 6 മണിക്ക് മുന്നോ 7 മണിക്ക് ശേഷമോ ഉണ്ടാകാറില്ല. പിന്നെ 8:30 വരെ ദർശനമുണ്ട്. അത്താഴപൂജ ദീപാരാധനയ്ക്ക് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് അത്താഴപൂജ തുടങ്ങിയ ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉള്ളിയപ്പം,
ഉണ്ണിയപ്പം, ഇലയട, വെറ്റില, അടയ്ക്ക, പാലട പ്രഥമൻ, പാൽപ്പായസം എന്നിവയാണ്. അത്താഴപൂജയുടെ നിവേദ്യത്തിൻ്റെ സമയത്തെ തുടർന്ന് ഉത്സവ വിഗ്രഹവുമായി അത്താഴ ശിവേലിക്ക് തുടക്കം കുറിക്കും. 8:45 മുതൽ 9 വരെയാണ് ശിവേലി. അത്താഴപൂജയ്ക്ക് വെള്ള നിവേദ്യം, അവിൽ കുഴച്ചത്, പാൽപ്പായസം എന്നിവയും അടച്ചുപൂജയ്ക്ക് വെറ്റില, അടയ്ക്ക, അട, അപ്പം, കദളിപ്പഴം എന്നിവയും നിവേദിക്കും. അത്താഴപൂജയ്ക്ക് അടയും അപ്പവും എത്രയുണ്ടെങ്കിലും ശ്രീകോവിലിൽ കൊണ്ടുപോകും എന്ന പ്രത്യേകതയുണ്ട്. അത്താഴ ശിവേലി. അത്താഴപൂജ കഴിഞ്ഞാൽ രാത്രി ശിവേലി തുടങ്ങുന്നു. 3 പ്രദക്ഷിണമാണ്. രണ്ടാമത്തെ പ്രദക്ഷിണം ഇടയ്ക്ക കൊട്ടിയിട്ടുള്ളതാണ്. ചുറ്റുവിളക്കുള്ള ദിവസം നാലമ്പലത്തിൽ പ്രവേശനമില്ല. മറ്റിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എല്ലാ ദിവസവും 3 ശിവേലിക്ക് ആന എഴുന്നള്ളിപ്പുണ്ടാകും. തൃപ്പുകയും ഓലവായനയും. ശിവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന ചടങ്ങാണ്. ചന്ദന, അഗരു, ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ച വെള്ളിപ്പാത്രത്തിൽ വെച്ചിട്ടുള്ള നവഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത്. സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു. തൃപ്പുക നടത്തുന്ന അന്നത്തെ ശാന്തിയേറ്റിയ നമ്പൂതിരിയായിരിക്കും. തൃപ്പുക കഴിഞ്ഞാൽ അന്നത്തെ വരവ് ചില കണക്കുകൾ പത്തുകാരൻ എന്നു സ്ഥാനപ്പേരുള്ള കഴകക്കാരൻ ഓലയിൽ എഴുതി വായിച്ചതിന് ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു. 9 മുതൽ 9:15 വരെയാണ് ഇത്. ശാന്തിയേറ്റിയ നമ്പൂതിരി നട അടച്ച് മേൽശാന്തിയുടെ ഉത്തരവാദിത്തത്തിൽ താഴിട്ട് പൂട്ടുന്നു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജ സമാപിക്കുന്നു. നിർമ്മാല്യം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾക്ക് 12 ദർശനങ്ങൾ, 12 ഭാവങ്ങൾ എന്ന് പറയുന്നു. ഈ 12 ദർശനങ്ങളോട് കൂടിയാവണം ക്ഷേത്രത്തിലെ ഭജനയിരിക്കുക. വിശേഷ ദിവസങ്ങളിൽ ഇതിന് മാറ്റം വരും. വിശേഷിച്ച് വിഷു, ഉത്സവം, ഗുരുവായൂർ ഏകാദശി, അഷ്ടമി, രോഹിണി, തിരുവോണം തുടങ്ങിയ ദിവസങ്ങളിലും ഉദയാസ്തമയ പൂജ നടക്കുന്ന ദിവസങ്ങളിലും മാറ്റം വരും. 18 പൂജകൾ നടക്കുന്നതിന് അർദ്ധരാത്രി മാത്രമേ അന്ന് നടയടയ്ക്കൂ. വിളക്കുള്ള ദിവസം അത് കഴിഞ്ഞ് തൃപ്പുക നടത്താറുള്ളൂ. സൂര്യചന്ദ്ര ഗ്രഹണമുള്ള ദിവസങ്ങളിലും ഈ ചടങ്ങിന് വ്യത്യാസമുണ്ടായിരിക്കും.